ഉത്തരം മുട്ടിയ ബബ്ബ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെയല്ലേ ഇന്നലെ കാണിച്ചത് അദ്ദേഹം. എനിക്ക് പറയാനുള്ളത് ഇത് 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 CPM പാർട്ടിക്ക് അവർക്ക് അവർ 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 ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവതരമായി ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. തടി തപ്പൽ കൃത്യമായിട്ട് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രസ്താവനയുടെ ഗൗരവം ഒന്നുകിൽ അവരുടെ പാർട്ടിയിൽ ഏതോ മുകളിലുള്ള ആൾക്ക് ഇപ്പം ബോധോദയം തോന്നിയിട്ടുണ്ട് ആ പ്രസ്താവനയുടെ ഗൗരവം. ഞാൻ ചോദിക്കും, 30-ാം തീയതി രാവിലെ അല്ലേ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, ഹിന്ദുവിൽ ഇൻ്റർവ്യൂ വരുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരുപാട് സന്നാഹങ്ങളുണ്ടല്ലോ, PR ഏജൻസികളും അതുപോലെ തന്നെ PRD ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് നോക്കൂലേ ആ ഇൻ്റർവ്യൂ വന്നത് എന്താണെന്ന്? 1-ാം തീയതി ഉച്ചയ്ക്ക് കത്തെഴുതുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ? മാത്രമല്ല, ഞാൻ അന്നത്തെ നിങ്ങളുടെ എല്ലാം ചാനലുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചാനൽ ചർച്ചകളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് ശക്തമായ വാദമുഖങ്ങളാണ് CPM പ്രതിനിധികൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി സത്യത്തിൽ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ എരിതീയിൽ എണ്ണയൊഴിക്കുകയാണ് ചെയ്തത്. എനിക്ക് സങ്കടം തോന്നി. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇത്തരം രീതിയിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന ഭീകരമായ പ്രവർത്തനം നടത്തുന്നുണ്ടപ്പോൾ ഇത് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രിയാണോ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയുണ്ടായി. സങ്കടം തോന്നി. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കൊണ്ടുപോകേണ്ടത്? ആ 24 മണിക്കൂർ ഒന്നും ചെയ്യാതെ പ്രതിപക്ഷവും മറ്റ് സ്വതന്ത്ര ചിന്താഗതിക്കാരും കേരളത്തിലെ സാമാന്യ ജനങ്ങളും ഇതിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നപ്പോൾ അവസാനം രക്ഷയില്ലാതെ വേറെ മോളും എവിടുന്നോ നിർദ്ദേശം കിട്ടി തിരുത്താൻ വേണ്ടി നടത്തിയ നാടകമല്ലേ ഇത്? ആരാണ് ഇൻ്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുവിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നല്ലോ. ആ ക്ലാരിഫിക്കേഷൻ മുഖ്യമന്ത്രി നിഷേധിച്ചോ? ഹിന്ദുവിൻ്റെ ക്ലാരിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിരുന്നു. ഞങ്ങളുടെ ഇൻ്റർവ്യൂവിന് ആര് വിളിച്ചതോ അവർ തന്നെ തന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കൊടുത്തത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുന്നത് നമ്മൾ കേട്ടിയോളി പോലും ഇല്ലാത്തതാണ്. അതിനകത്ത് ഏറ്റവും ഗൗരവതരമായ കാര്യം, ഒരു ദേശീയ മാധ്യമത്തിന് ഇൻ്റർവ്യൂ നടക്കുക വഴി ദേശത്താകമാനം ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളം എന്തോ അപകടക്കെണിയിലാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുകയല്ലേ ചെയ്തത്. 24 മണിക്കൂർ നിങ്ങളുടെ സഖാക്കൾ അതിനു വേണ്ടി പ്രചരണം നടത്തുകയല്ലായിരുന്നു സോഷ്യൽ മീഡിയയിലും മറ്റു മീഡിയകളിലും. അവസാനം രക്ഷയില്ലാതെ ഗത്യന്തരമില്ലാതെ വന്ന് തടി തപ്പിപ്പോയല്ലേ. ഇന്നലത്തെ എന്തൊരു മറുപടിയാണ് മുഖ്യമന്ത്രിക്ക്. ഉത്തരം മുട്ടിയ ബബ്ബ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെയല്ലേ ഇന്നലെ കാണിച്ചത് അദ്ദേഹം. എനിക്ക് പറയാനുള്ളത് ഇത് 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 CPM പാർട്ടിക്ക് അവർക്ക് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവതരമായി ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് ആശയത്തോട് യോജിച്ചിട്ടുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ആലോചിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞതെന്താണ്? കൃത്യമായ സ്റ്റാറ്റസും ഡാറ്റയും ഉണ്ടായിരുന്നു അതിനകത്ത്. 150 കിലോഗ്രാം സ്വർണം, 127 കോടി രൂപയുടെ ഇതൊക്കെ ഒരു ജില്ലയിൽ നിന്ന് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. അതെ അല്ല, അതിപ്പം PR ഏജൻസി വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ രണ്ടും യോജിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ PR ഏജൻസി തന്നെ. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് PR ഏജൻസിയുടെ മുഖ്യ പണി ദേശീയ തലത്തിൽ BJPയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് PR ഏജൻസികൾക്കുള്ളത്. അതുകൊണ്ടാണ് അവരെ ഓൺ ചെയ്യാൻ മടി.